5ാം ക്ലാസ്സിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കുക. ഇതിൽ കുറച്ച് രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിനായിട്ട് എടുക്കുന്ന വാക്സിനുകൾ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഈ പാഠഭാഗത്ത് പറയുന്നത്. നോക്കാം. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. പാൻഡമിക്കിന് എക്സാമ്പിളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 മുതലായവ. രോഗകാരികൾ അഥവാ പാത്തോജൻസ്. ഈ ഡിസീസൊക്കെ ഉണ്ടാവാൻ കാരണമുള്ള രോഗകാരികളെ കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് രോഗകാരികൾ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവയൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ പകർത്തുന്നത്. അതുകൊണ്ട് ഇവയെ രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്ന് പറയുന്നു. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം ഈ സൂക്ഷ്മജീവികൾ സഹായിക്കുന്നുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. ചിലവയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സൂക്ഷ്മജീവികളും ഉണ്ട്. ഫംഗസുകൾക്ക് എക്സാമ്പിളാണ് റൊട്ടിപ്പൂപ്പല്, കരിമ്പൻ, വസ്ത്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന കരിമ്പൻ. പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന കൂൺ ഒരു ഫംഗസ് ആണ്. മനുഷ്യൻ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ. അപ്പോൾ ഫംഗസുകൾ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നീ ഫംഗസുകൾ. ഇനി സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോളമായി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫിൽ ചെയ്ത് എഴുതിയിട്ടുണ്ട്. സൂക്ഷ്മജീവികൾ എങ്ങനെയൊക്കെയാണ്? രണ്ട് തരത്തിൽ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവാഹകരിൽ നിന്നല്ലാതെയും രോഗാണുവാഹകരിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്നുണ്ട്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെയാണ് പ്രവേശിക്കുന്നത്? മണ്ണിലൂടെയും വായുവിലൂടെയും. മണ്ണിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് പകരുക? വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ ക്ഷയവും COVID-19. അത് രോഗാണുവാഹകരിലൂടെ അല്ല പകരുന്നത്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യവും ടെറ്റനസും. ടെറ്റനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ കളിച്ചിട്ട് വീഴുമ്പോൾ മുറിവുണ്ടാവില്ലേ, ആ മുറിവിൽ നിന്നും മണ്ണിലുള്ള ചില സൂക്ഷ്മജീവികൾ ശരീരത്തിൽ നമ്മുടെ മുറിവിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയവും COVID-19. ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഇവയെല്ലാം രോഗാണുവാഹകരിൽ നിന്ന് അല്ലാതെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? മണ്ണിലൂടെയും വായുവിലൂടെയും പകരും, ജലവും ഭക്ഷണവും വഴിയും പകരും. ഇനി രോഗാണുവാഹകരിൽ നിന്നും പകരുന്ന രോഗങ്ങൾ. രോഗാണുവാഹകർ ഏതൊക്കെയാണ്? കൊതുക്, എലി, ഈച്ച, മനുഷ്യർ, പക്ഷികൾ ഇവയെല്ലാം രോഗാണുവാഹകരാണ്. അതിൽ കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ എന്നിവ. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്, കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ. പിന്നെ എലി വഴി പകരുന്ന രോഗങ്ങളാണ് പ്ലേഗ്, എലിപ്പനി, സാൽമണല്ല. ഈച്ച വഴി പകരുന്ന രോഗമാണ് കോളറ, ടൈഫോയിഡ് മുതലായവ. ഇനി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, HIV, ചിക്കൻ പോക്സ് മുതലായവ. പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് പക്ഷിപ്പനി, ഓർണിത്തോസിസ് മുതലായവ. എന്താണ് രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെല്ല്,
കൊതുക്, വവ്വാൽ മുതലായവയൊക്കെ രോഗാണുവാഹകരാണ്. ഇനി മനുഷ്യർക്ക് മാത്രമല്ല സസ്യങ്ങൾക്കും രോഗങ്ങൾ ബാധിക്കും. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കുറച്ചേ പഠിക്കുന്നുള്ളൂ, അത് നോക്കാം. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ടിലപ്പുള്ളി. പയർ മൊസൈക്ക് രോഗം. തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പുചേൽ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, പഠിച്ചു വെക്കുക. ഇനി രണ്ട് തരം പ്രതിരോധ ശേഷികളുണ്ട്. സ്വാഭാവിക പ്രതിരോധ ശേഷിയുണ്ട്, നമ്മുടെ ശരീരത്തിൽ ആർജിത പ്രതിരോധ ശേഷിയുണ്ട്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷി സ്വയം ഉണ്ടാകും. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. സ്വയം നമ്മുടെ ശരീരത്തിന് ചെറുത്തു നിൽക്കാൻ ഒരു കഴിവുണ്ട്, അതാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. ആർജിത പ്രതിരോധ ശേഷി എന്താണ്? നമുക്ക് ശരീരത്തിന് സ്വയം പ്രതിരോധ ശേഷി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വാക്സിൻ എടുക്കും. ആ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടി ചില വാക്സിൻ എടുക്കും. അതിനാണ് നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിക്കാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുക. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ്? ചില രോഗങ്ങൾക്കൊക്കെ നമുക്ക് സ്വയം ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ. പക്ഷെ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾ വന്നാൽ നമുക്ക് ശരീരത്തിന് സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അപ്പോൾ അത്തരം പകർച്ചവ്യാധികൾ പകരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വാക്സിൻ എടുത്തു വയ്ക്കും. അങ്ങനെ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിക്കാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഇനി കുറച്ച് അതിന് ഉപയോഗിക്കുന്ന വാക്സിനുകൾ, പ്രതിരോധ വാക്സിനുകൾ നമ്മൾ കുത്തിവെക്കാറുണ്ടല്ലേ, ആ വാക്സിനുകളെ കുറിച്ചാണ് പറയുന്നുണ്ട്. ഈ വാക്സിനുകൾ പേരും രോഗവും അതെടുക്കുന്ന പ്രായമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വാക്സിൻ്റെ പേര്: പോളിയോ വാക്സിൻ എടുക്കുന്നത് ജനന സമയത്താണ്, രോഗം പോളിയോ. പിന്നെ ടെറ്റനസ് ഡിഫ്തീരിയ, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സിലും 16 വയസ്സിലും എടുക്കും. ഈ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 16 വയസ്സിൽ നമ്മൾ എടുക്കുന്ന വാക്സിൻ്റെ പേര് എഴുതുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. 10 വയസ്സിലും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എടുക്കും. പിന്നെ 9 മാസം പ്രായമാകുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിനാണ് MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ എ, FIPV3. ഇതെല്ലാം 9 മാസത്തിൽ എടുക്കുന്ന വാക്സിനുകളാണ്. പിന്നെ 19 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിനാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വൈറ്റമിൻ A2. ഇതെല്ലാം 19 to 24 മാസം പ്രായമായ കുട്ടികൾക്ക് എടുക്കുന്നതാണ്. 10 വയസ്സിൽ എടുക്കുന്ന വാക്സിനാണ് TD1, 16 വയസ്സിൽ TD2. ഇനി ചില വാക്സിനുകളുടെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഫോം എഴുതിയിരിക്കുന്നതാണ്. BCG, വാക്സിൻ നെയിം BCG, ബാസിലസ് കാൽമെറ്റ് ഗ്വറൈൻ. OPV, ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV, റോട്ടോ വൈറസ് വാക്സിൻ. ഇതെല്ലാം ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഇത് ഷോർട്ട് നോട്ടാക്കി എഴുതിയതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നോട്ട് എഴുതിയെടുത്ത് എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് പഠിക്കുക. അടുത്ത ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്ററുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ താങ്ക് യു.